ഹലോ ഗൈസ്, ഇന്ന് കാലത്ത് എണീച്ച് പുറത്ത് നോക്കുമ്പോൾ നല്ലൊരു സൺറൈസ് ആയിരുന്നു. ഞാൻ മാത്രമോട് കാലത്ത് തന്നെ റെഡി ആയി ഇറങ്ങി നേരെ പോയത് സ്റ്റേഷനിലേക്കാണ്. എങ്ങോട്ടാ പോണെന്ന് ഞാൻ വഴിയെ പറയാം. നമ്മളങ്ങനെ സ്റ്റേഷനെത്തി നേരെ പോയി ടിക്കറ്റ് കൊടുത്തു. കുറച്ച് കഴിയുമ്പോഴേക്കും ട്രെയിൻ എത്തി. ട്രെയിനിൽ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. കായംകുളം സ്റ്റേഷൻ എത്തിയപ്പോഴേക്കും അമൃത എത്തി. പിന്നെ നമ്മൾ മൂന്നും കൂടി ഒറ്റ ഇരിപ്പായി. ഞാൻ നോക്കുമ്പോണ്ട് മാത്രം നല്ല ഉറക്കം. അങ്ങനെ നമ്മൾ ഇറങ്ങേണ്ട സ്റ്റേഷനെത്തി. സ്റ്റേഷൻ ഇറങ്ങിയപ്പോണ്ട് നല്ല തിരക്ക്. കാലത്തൊന്നും കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പുണ്ടായി. നമ്മൾ അടുത്തുള്ള ഹോട്ടലിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഫുഡ് കഴിച്ച് നമ്മൾ പോകേണ്ട സ്ഥലത്തേക്കുള്ള ബസ്സും കാത്തു നിൽപ്പായി. നമ്മൾ ബസ്സും കയറി അങ്ങനെ പോകേണ്ട ഡെസ്റ്റിനേഷൻ എത്തി. നമ്മൾ വന്നത് കേരള യൂണിവേഴ്സിറ്റി ട്രിവാൻഡ്രത്താണ്. അമൃതയ്ക്ക് ഒരു സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടി കമ്പനിക്ക് വന്നാണ്. അങ്ങനെ നമ്മൾ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്ത് വന്ന് നമ്മൾ കുറച്ചു നേരം വർത്താനം പറഞ്ഞിരുന്നു. നമ്മൾ പുറത്തിറങ്ങി ഫുഡ് കഴിക്കാൻ കയറി. അവര് ബീഫ് ബിരിയാണി അടിച്ചു. എനിക്ക് വിശപ്പില്ലാത്തോണ്ട് ഞാൻ ലൈനിൽ ഒതുക്കി കഴിച്ചെങ്കിൽ നമ്മൾ ചുമ്മാ നടക്കാൻ തുടങ്ങി. ഇത് നമ്മൾ പോണ വഴിക്ക് കണ്ടാട്ടോ. അവര് എന്നെ ഇങ്ങോട്ട് കൈയടിച്ചിട്ട് ടൂർ പോവാന്നൊക്കെ പറഞ്ഞു. നല്ല വൈബ് പിള്ളേര്. നമ്മൾ നേരെ പോയത് മാത്തന്റെ കസിൻ സിസ്റ്റർ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ആള് നമുക്ക് എല്ലാവർക്കും ചായയും സ്നാക്സ് ഒക്കെ മേടിച്ചു തന്നു. കുറച്ചു നേരം വർത്താനം പറഞ്ഞിരുന്ന് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇവിടുന്ന് ഓട്ടം പിടിച്ച് സ്റ്റേഷനിലെത്തി ടിക്കറ്റ് എടുത്ത് പ്ലാറ്റ്ഫോമിൽ ചെല്ലുമ്പോൾ ട്രെയിൻ അവിടെ നിന്ന് കിടപ്പുണ്ട്. ഇങ്ങനെ ട്രെയിൻ കയറി നമ്മളെല്ലാവരും സെറ്റിലായി. ശാസ്താംകോട്ട സ്റ്റേഷൻ എത്തിയപ്പോഴേക്കും ട്രെയിൻ കുറച്ചു നേരം പിടിച്ചിട്ടു. കായംകുളം എത്തിയപ്പോഴേക്കും അമൃത ഇറങ്ങി. ഇപ്പൊ അത്യാവശ്യമുള്ളതാണ് ചാർജ് ചെയ്യാനുള്ള പോർട്ട്. ഈ കമ്പാർട്ട്മെന്റിലാണെങ്കിൽ ചാർജ് ചെയ്യാനുള്ള ഒരു പോർട്ട് പോലും ഇല്ല. അടുത്ത സ്റ്റേഷനിൽ ഇപ്പൊ നമ്മൾ ചാടി ഇറങ്ങി അടുത്ത കമ്പാർട്ട്മെന്റിൽ പോയി ഫോൺ ചാർജ് ചെയ്യാൻ കുത്തിയിട്ടു. 5 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ സ്റ്റേഷനെത്തി നമ്മൾ ഇറങ്ങി. ട്രെയിൻ ഇറങ്ങി നമ്മൾ പിടിച്ച ബസ് ലാസ്റ്റ് ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. ഫുഡ് കഴിക്കാൻ കയറി അപ്പൊ തന്നെ നമുക്ക് ഫ്രഷ് ദോശ അടിച്ചു തന്നു. നമ്മൾ നല്ല ചൂട് ദോശ കഴിച്ചു. കൂടെ ഡബിൾ ബുൾസ്. വീട്ടിലെത്തിയപ്പോ വേസ്റ്റിലൊക്കെ ഉറുമ്പായി. പിന്നെ നമ്മളത് ക്ലിയർ ചെയ്തു. പോയി അന്നേരം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. നമ്മൾ ഫ്രഷ് ആയിട്ട് കയറണം. യൂട്യൂബിലുള്ളവർ സബ്സ്ക്രൈബ് ചെയ്തും ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാത്തവരും ഫോളോ ചെയ്യണം. ലിങ്ക് ചാനലിന്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്.